ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ JR ഡയറീസ്. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പം നിലവിലുള്ളത് മൂവാറ്റുപുഴ. അപ്പം ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോകുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഇതെടുത്തേക്കാമെന്ന്, വീഡിയോ എടുത്തേക്കാമെന്ന്. അപ്പം അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ആക്ച്വലി കുറേ നാളായതുകൊണ്ട് എനിക്ക് ഈ ഒരു ഗ്രിപ്പ് കിട്ടണില്ല. സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരാളെൻ്റെ പുറകെ നടക്കുന്നുണ്ട്, കുറച്ചൊരു ബാഗൊക്കെ ഫ്രണ്ടിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളത് ഓഫീസ് ട്രിപ്പാട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാം. എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് എത്രത്തോളം ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. പോകുന്ന വഴി ഒരാളവിടെ പുറത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് മൂവാറ്റുപുഴ എത്തി. ഞാൻ ആക്ച്വലി വ്ളോഗ് എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പോകുന്നതല്ലേ, നാളെ നമുക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലും സംഭവമാണ്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോസ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിട്ട് നമുക്ക് മാക്സിമം എത്തിക്കാവുന്നതിൻ്റെ അത്രയും എത്തിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി പുറകാലം ഒരാളുടെ വണ്ടി തുടച്ച് നിൽപ്പുണ്ട്. കുളിച്ചില്ലെങ്കിലും ഏത് നേരവും ഇങ്ങനെ വണ്ടി തുടച്ച് നിൽക്കും. നമ്മൾ പോകുന്ന ലൊക്കേഷനെ പറ്റി പറഞ്ഞില്ലല്ലോ. നമ്മൾ പോകുന്നത് ഇങ്ങോട്ടുമല്ല, അതായത് ഓഫീസ് ട്രിപ്പാണ്. നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കുമാണ്. ഇതാ അവസ്ഥ, ഇങ്ങനെ തുടച്ച് നടക്കും. എന്നെ പോലും ഇത്ര ശ്രദ്ധിക്കാറില്ല. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പോയി ചായ കുടിക്കട്ടെ. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പോകുന്ന വഴി കാണാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു കറക്റ്റ് ഒഫീഷ്യൽ ഓഫീസ് ട്രിപ്പൊന്നും അല്ല കേട്ടോ. ഇത് ഞങ്ങൾ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ചേർന്ന്, ഓഫീസിലെ ഫ്രണ്ട്സ് ചേർന്ന് പോകുന്നൊരു ട്രിപ്പാണ്. അതിൽ ഫാമിലി ഇൻവോൾവ് ആണ്, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ഇൻവോൾവ് ആണ്. അതിലൊരാൾക്ക് വരാനും പറ്റിയില്ല പനി കാരണം. അങ്ങനെ ഞങ്ങൾ അധികം പേരൊന്നും ഉണ്ടായില്ല കേട്ടോ. 2 വണ്ടി ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2 വണ്ടിയിലായിട്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് മൂന്നാർ റിസോർട്ടിലേക്കാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം കാഴ്ചകൾ കാണാൻ ഇറങ്ങാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന വഴിയാണ് നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾസ് കണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം അവിടെ എത്തി. അവിടെ നിർത്തി കുറച്ച് നേരം, കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ നിന്നു. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 9 മണി ആ ഒരു ടൈം ആയിട്ടില്ല, 8 മണി ആ ടൈം എന്തോ ആയിട്ടേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചു വെളുപ്പിനായിട്ട് ഒരു മനുഷ്യരുണ്ടാവില്ല എന്ന്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു ആൾക്കാർ, അവിടെ തിരക്ക്. നമുക്ക് വണ്ടികളും സൈഡിൽ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ ഫ്രണ്ടിലേക്ക് കൊണ്ട് നിർത്തിയിട്ടാണ് നടന്നു വന്നിട്ടാണ് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി നിന്നത്. പിന്നെ നമ്മളോട് കുറച്ച് നേരം നിന്നു, വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. കണ്ടോ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ KSRTCയിലൊക്കെ വരുന്ന ആൾക്കാർ നിർത്തി കാണുന്നുണ്ടായിരുന്നു. നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് വാട്ടർഫോൾസ് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അതിനകത്തേക്ക് ഇറങ്ങാനോ ഇറങ്ങി കുളിക്കാനോ കാല് നനയ്ക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് വ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ ഇനി അടുത്ത യാത്ര തിരിക്കുകയായി. ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ രാവിലെ പുറപ്പെട്ടതായതുകൊണ്ട് ആക്ച്വലി നമ്മൾ 6 മണിക്കാണ് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു പ്രകൃതി ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ആക്ച്വലി അവിടെ കയറിയപ്പോൾ അവിടെ ഫുഡൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വെളുപ്പിനെയാണ് നമ്മൾ എത്തിയത്. പിന്നെ അവർ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തരുമായിരുന്നു. നമുക്ക് നെയ് റോസ്റ്റ്, അപ്പം, അങ്ങനെ പെട്ടെന്ന് അവർ ഉണ്ടാക്കി തന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത യാത്ര തുടങ്ങിയായി. പിന്നെ ആക്ച്വലി എനിക്ക് പോകുന്ന വഴിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആക്ച്വലി നമ്മൾ മൂന്നാർ എത്തിയപ്പോഴാണ് വീഡിയോസ് എടുത്തത്. പകുതി വഴി ഞാൻ ഉറങ്ങിപ്പോയി, അത് വേറൊരു സത്യം. പിന്നെ കുറച്ച് വഴി നമ്മൾ കുറേ ഉൾവഴി കൂടെയൊക്കെയാണ് സഞ്ചരിച്ചത്. നമുക്ക് റേഞ്ച് ഉണ്ടായിരുന്നില്ല, മാപ്പ് തന്നെ കിട്ടുന്നത് കഷ്ടിച്ചായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഗ്യാപ്പ് റോഡ് എത്തി. ഗ്യാപ്പ് റോഡ് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉൾവഴി കൂടെയൊക്കെ പാസ് ചെയ്ത് വന്നത്. ആക്ച്വലി നമുക്ക് ഇങ്ങനെ വരേണ്ട ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല. എവിടെയോ വെച്ചിട്ട് നമ്മുടെ ഗൂഗിൾ അമ്മച്ച് നമ്മളെ വഴി തെറ്റിച്ചു. അങ്ങനെ നമ്മളിത് ഈ മൂന്നാർ എത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോവുകയാണ്. നേരെ വെളുത്ത് വന്നേ ഉള്ളൂ. ഒരുപാട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്ര മഞ്ഞൊന്നും ഉണ്ടായില്ല. ബട്ട് ഓക്കെ ആയിരുന്നു, ക്ലൈമറ്റ് ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളിത് ഈ റിസോർട്ട് എത്തി. ഇതാണ് നമ്മുടെ കേട്ടോ റിസോർട്ട് വരുന്നത്. കുറച്ചൊരു ഹിൽ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല വ്യൂ ഉണ്ടായിരുന്നു താഴേക്ക് കേട്ടോ. സൈഡിലൊരു കുന്നൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. ഹായ്. അങ്ങനെ നമ്മൾ അധികം വൈകിച്ചില്ല. നമ്മൾ റൂമിൽ കയറി ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് നമ്മൾ സ്വന്തം KSRTCയുടെ നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് പോകുന്നത് കണ്ടത്. ആൾക്കാരൊക്കെ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ പാകത്തിനുള്ള ബസ്. ഞാനിപ്പോൾ ആക്ച്വലി ഇവിടെ വന്നപ്പോഴാട്ടോ അത് കാണുന്നത്. അങ്ങനെ നമ്മളിതേ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഒരു തേയിലത്തോട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാ, ഏതോ ഒരു തേയിലത്തോട്ടത്തിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ബാക്കിൽ ഒരാൾ വീഡിയോ ഒക്കെ പിടിച്ച്, വീഡിയോ അല്ല ഫോട്ടോ എടുത്ത് നടന്നു വരുന്നുണ്ട്. ആക്ച്വലി അണയ്ക്കുന്നു. തേയിലത്തോട്ടത്തിലേക്ക് കട്ടുന്നു. പണ്ട് നമ്മളിതുപോലെ
വയനാട് പോയപ്പോൾ ഇതുപോലെ തേയിലത്തോട്ടത്തിന് നടുക്കൂടെ ബഗ്ഗി റൈഡ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോ. ഇത് ബഗ്ഗി റൈഡല്ല, ഇത് നമ്മൾ വെറുതെ നടക്കുക. അതായത് അങ്ങോട്ടേക്കൊക്കെ ഫുള്ള് തേയിലത്തും. ഒരു ഫോട്ടോ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. വാ, ഞാനൊരു വ്ളോഗ് എടുക്കാൻ പോയതാ ഗൈസ്. കാലയിൽ അട്ട കയറി ഞാൻ അതുവഴി തിരിഞ്ഞു. അപ്പം അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനുള്ള ശേഷിയില്ല, എന്നെക്കൊണ്ട് പറ്റില്ല. അതായത് അട്ടയെന്ന് പറഞ്ഞ സാധനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ്. അത് ചോര കുടിക്കുന്ന അട്ടയമായ പിന്നെ എനിക്ക് പറയാനില്ല. അതുകൊണ്ട് ഞാൻ പയ്യെ ഇറങ്ങി അവരവിടെ തേയിലത്തോട്ടത്തിന് നടുക്കുന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എനിക്ക് അതിനകത്ത് കയറി എടുക്കാനുള്ള ധൈര്യമില്ല. സോ ഞാൻ ഇനി മാറിപ്പോരും. ഞാൻ ബൈക്കാൻ കാണിക്കാം കേട്ടോ. കണ്ടോ, അവരൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് കയറിയിരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ വന്നത്. പിന്നെ നമ്മൾ അതുവഴി കുറച്ചൊക്കെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഗ്യാപ് റോഡിൽ കൂടെ കുറച്ച് ഡ്രൈവ് ചെയ്ത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയി. അതൊക്കെ ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി വീഡിയോനെ പറ്റിയിട്ടുള്ള കേസ് തന്നെ. പിന്നെ കുറച്ച് നമ്മൾ തിരിച്ചെത്തിയപ്പോഴേക്ക് നല്ല ക്ലൈമറ്റ് ആയി കേട്ടോ, ഫുള്ള് കോടയായി. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം കോട കൊണ്ട് നിന്നു. നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ഫുള്ള് കോടയായിരുന്നു. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ആക്ച്വലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കാണാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് കോടയായി. ഇങ്ങനെ നൈറ്റ് നമ്മൾ റിസോർട്ടിലെത്തി. പിന്നെ നമ്മൾ കുറച്ച് ഡം സ്റ്റാൻസ് കളിക്കുന്ന പരിപാടിയിലേക്ക് കിട്ടും. അതല്ല സെക്കൻഡ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി, നല്ല കുറച്ച് നേരം ക്ലൈമറ്റ് കിട്ടി. ഞങ്ങൾ രാവിലെ ഒരു ഡ്രൈവിന് പോയായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കുറേ നാൾ കൂടിയിരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോൻ്റെ കാര്യം ഞാൻ മറന്നേ പോയി. അങ്ങനെ നമ്മൾ ഇതേ റെഡിയായി ഇനി തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് കുറേ നമ്മൾ കാഴ്ചകൾ കണ്ടു. അതായത് കുറേ ഏതോ ഒരു വാട്ടർഫോൾസിൻ്റെ അവിടെയൊക്കെ പോയിരുന്നു. പക്ഷേ ഞാൻ മറന്നുപോയി ബാക്കി വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോയ ആൾക്കാരുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് പോയത്. എനിക്ക് എല്ലാവരുടെയും വീഡിയോസ് എടുക്കാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളും പോയി, ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്, നിങ്ങളും പോയി വിസിറ്റ് ചെയ്യുക. അതായത് ഉച്ചയ്ക്ക് നല്ല വെയിലാണ്, പക്ഷേ രാവിലെ വൈകുന്നേരവും നിങ്ങൾക്ക് നല്ല ക്ലൈമറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ആൾക്കാരൊക്കെയാണ് പോയേക്കുന്നത്. അവരുടെ ഫോട്ടോസ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഇനിയും ഇല്ല. അപ്പോൾ ഞാൻ ഇതോടുകൂടി വീഡിയോ പറ്റി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഞാൻ എപ്പോഴെങ്കിലും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ, സീ യു.